കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭാ ബജറ്റിൽ ഭരണപക്ഷത്തിനെതിരെ നിശിത വിമർശനം. നഗരസഭാ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റിൽ നഗരസഭയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. ബജറ്റ് അവതരിപ്പിക്കുന്നത് അപമാന ഭാരത്തോടെയെന്ന് വൈസ് ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ ബി ഗോപകുമാർ പറയുകയാണ്. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇത്തരത്തിൽ നഗരസഭയിലെ ഒരു കെടുകാര്യസ്ഥത അടക്കമുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഈ ചെയർമാൻ പറയുന്നത് എന്താണ്? കാരണം കഴിഞ്ഞ 4 വർഷത്തോളം വളരെയേറെ അപമാനിതനായിട്ടാണ് ഇത്തരത്തിൽ ഭരണം നയിച്ചതെന്നടക്കമുള്ള വിമർശനം ഈ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും മാതിര അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സണും കോട്ടയം DCC അംഗം കൂടിയായിട്ടുള്ള ബി ഗോപകുമാർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ നഗരസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ പദ്ധതി വിഹിതം ചെലവഴിക്കപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് കോട്ടയം നഗരസഭ. മാത്രമല്ല, നഗരസഭയുടെ അക്കൗണ്ടിൽ വരേണ്ട 211 കോടി രൂപ കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസ് അന്വേഷണവും മറ്റ് വിവിധ ഏജൻസികളുടെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജീവനക്കാരൻ ഒളിവിൽ പോവേണ്ട സാഹചര്യമുണ്ടായ നഗരസഭയാണ്. അങ്ങനെ നാണക്കേടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് ഈ നഗരസഭയെക്കുറിച്ച് പറയാൻ. അതിനിടയിലാണ് ഇന്ന് നഗരസഭയുടെ 4 വർഷം കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം അവസാന വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ നഗരസഭയുടെ ഭരണപക്ഷത്തുള്ള വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള കോട്ടയം DCC മെമ്പറായിട്ടുള്ള ബി ഗോപകുമാർ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അദ്ദേഹം ഭരണപക്ഷത്തിനെതിരെയാണ് ബഡ്ജറ്റിലൂടെ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ബഡ്ജറ്റിൽ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം നഗരസഭയുടെ വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ്. കഴിഞ്ഞു പോയത് പാഴായ 4 വർഷങ്ങൾ. പല പദ്ധതികളും നടപ്പാക്കുന്ന കാര്യത്തിൽ നഗരസഭയ്ക്ക് ഗുരുതരമായ വീഴ്ച വരുത്തി. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയത് കോട്ടയത്തിന് 4 പാഴായ വർഷങ്ങളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇനിയും ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കേളികെട്ട് ഉണരാൻ പോവുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്ത് ഈ ശിലാസ്ഥാപനങ്ങളുടെ മാമാങ്കം നടക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ നടത്തുന്നുണ്ട്. ഈ വൻ പദ്ധതികൾക്ക്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള വൻ പദ്ധതികൾക്ക് കോട്ടയം നഗരസഭ ഇടം പിടിച്ചു എങ്കിൽ പോലും അത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു ഗുരുതരമായ വീഴ്ച വരുത്തി. അങ്ങനെ അതിൻ്റെ വമ്പൻ പദ്ധതിയുടെ ഭാഗമാകാൻ കോട്ടയം നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബഡ്ജറ്റിലെ പല നിർദ്ദേശങ്ങളും മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 4 വർഷക്കാലം നടപ്പാക്കിയ ബഡ്ജറ്റിലെ പല നിർദ്ദേശങ്ങളും പാഴാക്കി കളഞ്ഞുവെന്നും അത് നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഭരണപക്ഷം തന്നെ വ്യക്തിപരമായി പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് അധിക്ഷേപിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇങ്ങനെയാണ്: അപമാന ഭാരത്താലാണ് താൻ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന ആത്മവിമർശനത്തോടു കൂടിയാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എന്തായാലും വലിയ നാണക്കേടാണ് കോട്ടയം നഗരസഭയെ സംബന്ധിച്ച് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഭരണപക്ഷം ഈ നഗരസഭയിലെ ഭരണം യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് ഇപ്പോൾ ഈ നഗരസഭ വൈസ് ചെയർമാൻ്റെ അവസാന ബജറ്റ് അവതരണത്തിലൂടെ പുറത്തു വരുന്നത്. ആതിര, സനോജ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ 4 വർഷമെന്ന് പറയുന്നത് കഴിഞ്ഞു പോയത് പാഴായ 4 വർഷമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ 211 കോടിയുടെ ക്രമക്കേടുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൗൺസിലർമാർ തമ്മിൽ ഒരു തമ്മിത്തടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ട്. അത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. അപ്പോൾ ഈ UDF-നകത്തെ ഭിന്നത അത് കൂടുതൽ പരസ്യമാവുകയാണ് ഇപ്പോൾ ഈ വരുന്ന ഭരണപക്ഷത്തിനെതിരെയുള്ള ഈ ഒരു പ്രതികരണത്തിലൂടെയും. സനോജ്, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ വർഷക്കാലമായി തുടർച്ചയായി 25 വർഷക്കാലമായിട്ട് UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ് കോട്ടയം നഗരസഭ. ഇപ്പോൾ നിലവിൽ കോട്ടയം നഗരസഭയിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൻസി ആണ് നഗരസഭയുടെ ചെയർമാൻ. ഒപ്പം തന്നെ വൈസ് ചെയർമാനായിട്ടുള്ളത് മുൻ ചെയർമാൻ കൂടിയായിരുന്ന DCC മെമ്പറായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഗോപകുമാറാണ്. അദ്ദേഹമാണ് അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷവും അദ്ദേഹമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അങ്ങനെ കഴിഞ്ഞ 4 വർഷക്കാലം അവതരിപ്പിച്ച ബഡ്ജറ്റിലെ പല കാര്യങ്ങളും നടപ്പാക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മുൻകാലഘട്ടങ്ങളിൽ വലിയ പദ്ധതികൾ നടപ്പാക്കാൻ സാഹചര്യമുണ്ടായിട്ടും അത്തരം വൻ പദ്ധതികൾ നടപ്പാക്കുവാൻ നഗരസഭയ്ക്ക് കഴിയാതെ പോയി. അങ്ങനെ ഗുരുതരമായ വീഴ്ചകൾ ഈ നഗരസഭ നടത്തുകയുണ്ടായി. പലപ്പോഴും കയ്യാങ്കളുടെ വക്കോളം എത്തി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ഭരണപക്ഷം പോലും ശ്രമിച്ചത്. അങ്ങനെയുള്ള വീഴ്ചകൾ ഓരോന്നായി പറയുകയാണ്. ഇപ്പോഴാണെങ്കിൽ നഗരസഭയുടെ പൊതു ശ്മശാനം അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ഒപ്പം തന്നെ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ നഗരസഭയിൽ പല ഏജൻസികൾ കയറിയിറങ്ങി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പെൻഷൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിൽ ജോലി ചെയ്യുന്ന ഒരു മുൻ ജീവനക്കാരൻ ഒളിവിൽ കഴിയുകയാണ്. അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും മോശം നഗരസഭകളിൽ ഒന്നായി ഈ കോട്ടയത്തെ നഗരസഭയെ മാറ്റിത്തീർത്തത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരണ മുന്നണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് തുറന്നു പറയുന്ന ഒരു ബജറ്റാണ് ഇന്ന് നഗരസഭാ വൈസ് ചെയർമാൻ B. ഗോപകുമാർ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ കോട്ടയത്തെ DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. ആ ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബജറ്റിന്മേലുള്ള ചർച്ച 29-ാം തീയതി നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കാവും ഈ ബജറ്റിലെ പരാമർശങ്ങൾ പോവുക. ആതിര, ശരി, വ്യക്തമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭാ ബജറ്റിൽ ഭരണപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് വൈസ് ചെയർമാൻ ഉന്നയിക്കുന്നത്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.